വകാന സുഫിയാൻ സൗരി മഹാനവറുകളായിരുന്നു ഇദാ മർറ അലൈ അഹദും മിൻ നാരി ശറഫത്തി പോലീസുകാരിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ അദ്ദേഹത്തിന്റെ അരികെ നടന്നു പോയാൽ യഖിറു സാജിദ ഇല്ലാഹി തആല മൂപ്പര് വേഗം സുജൂദിലായിട്ട് വീഴുന്നു അല്ലാഹു നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്. എന്നിട്ട് യഖൂലു മഹാൻ പറയുന്നു അൽഹംദുലില്ലാഹില്ലദീ ലം യജ്അൽനി സറഫിയൻ വലാ മകാസൻ. അല്ലാഹു തആല എന്നെ പോലീസുകാരനാക്കിയിട്ടില്ല, അല്ലാഹു എന്നെ ചുങ്കം പിരിക്കുന്നവനാക്കിയിട്ടില്ല. വല്ലാത്തൊരു അനുഗ്രഹമാണ്. നമ്മളോ സർക്കാർ ജോലി ഇട്ടാൻ വേണ്ടി തല്ലൂടാൻ വേണ്ടി ദീനൊന്നും വേണ്ട. മഹാന്മാർ ഇങ്ങനെ ചിന്തിച്ചു, നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക മാറ്റം. സുമ്മയഖൂലു അസ്ഹാബിഹി പിന്നീട് സുഫിയാൻ സൗരി തന്റെ ശിഷ്യന്മാരോട് പറയും ഇന്നഹു യമുറു അലാ അഹദികുമുൽ മുബ്തല അല്ലദീ യുജറു അലാ ബലാഇഹി. ഒരു പരീക്ഷിക്കപ്പെട്ടൊരു വ്യക്തി, അയാളുടെ പരീക്ഷണത്തിന്റെ മേൽ അയാൾക്ക് കൂലി കിട്ടും. അങ്ങനെയുള്ളൊരു വ്യക്തി നിങ്ങളുടെ അരികെ നടന്നു പോയാൽ തസ്അലൂന റബ്ബകുമുൽ ആഫിയ, അപ്പൊ നിങ്ങൾ എന്ത് വേണം? ആഫിയത്ത് ചോദിക്കണം റബ്ബിനോട്. പടച്ചവനെ, ഇത് രോഗിയെ കിടക്കുന്നൊരു മനുഷ്യനാണല്ലോ, അയാൾക്ക് കൂലിയുണ്ട്, എന്നിരുന്നാലും ഇതുപോലെ കിടത്തല്ലേ, വിഷമിപ്പിക്കല്ല അള്ളാ എന്ന് ചോദിക്കണം. ആഫിയത്ത് കൊണ്ടല്ല എന്ന് പറയണം. ഓ യമുറു അലൈക്കും ഹൗലായുൽ ളുൽമത്തി അല്ലദീന യഅ്സമൂന ബിബലാഇഹിം. അവരെ പരീക്ഷിച്ചു, പരീക്ഷണം കൊണ്ട് അവർ കുറ്റത്തിൽ അകപ്പെടുന്ന ആളുകളാണ്. അങ്ങനെയുള്ള അക്രമകാരികളാണെങ്കിൽ അതിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളരികിൽ കൂടെ നടന്നു പോയാൽ ഫലാ തസ്അലൂന അല്ലാഹൽ ആഫിയത്ത, നിങ്ങൾ ആഫിയത്ത് ചോദിക്കരുത്. അവിടെ ആഫിയത്ത് ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഓല് വേണ്ടാത്തരം ചെയ്യുന്ന ആൾക്കാരാണ്. ഓലെ കയ്യിൽ അകപ്പെട്ട ബുദ്ധിമുട്ടല്ലേ, അവിടെ ആഫിയത്ത് വേണ്ട, നേരെ തിരിച്ചു മറിച്ചൊക്കെയാണ്. അപ്പൊ നമുക്ക് അനുഗ്രഹമായത് എന്താണോ അത് ചോദിക്കാൻ അനർത്ഥം. അപ്പൊ കാന സയ്യിദ് ഇബ്നു അസ്ലമ റഹിമഹുല്ലാഹു തആല യഖൂൽ മഹാൻ പറയുമായിരുന്നു ബകുതുബ് തൗറാത്തിൽ ആഫിയത്തു, തൗറാത്തിൽ എഴുതപ്പെട്ടുള്ളത് അൽ ആഫിയത്തു ഹിയൽ മുൽക്കുൽ ഖഫിയു, ഒളിഞ്ഞു കിടക്കുന്ന അധികാരം എന്നാണ് ആഫിയത്തിനെ പറ്റി പറയുന്നത്. അതാണ് തൗറാത്തിൽ എഴുതി വെക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഒളിഞ്ഞു കിടക്കുന്ന ഒരു അധികാരം തന്നെ ആഫിയത്ത്. നമ്മൾ ചോദിക്കേണ്ടതും ആഫിയത്തിനെ കുറിച്ച് തന്നെയാണല്ലോ. അപ്പൊ കാന അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ യഖൂൽ മഹാൻ പറയുന്നു മൻ കാന ലഹു സൗജത്തുൻ വ മസ്കനുൻ വ മർകഉൻ വ ഖാദിമുൻ. നല്ല സുന്ദരിയായ ഒരു ഭാര്യയുണ്ട്, താമസിക്കാൻ വീടുമുണ്ട്, സഞ്ചരിക്കാൻ വാഹനമുണ്ട്, സേവകന് അടുക്കള പണിക്ക് തൊഴിലാളിയുണ്ട്, തോട്ടപ്പണിക്കാനൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ളൊരു മനുഷ്യനാണെങ്കിൽ, ഇതെല്ലാം സൗകര്യമൊത്തവനാണെങ്കിൽ ഫഹുവ മിനൽ മുലൂക്കി, അവൻ രാജാവാണ്. രാജാക്കൾക്ക് ലഹരം ഉണ്ടാവും, വല്ലാത്ത അനുഗ്രഹം അതിന് കിട്ടിയെന്നർത്ഥം. അപ്പൊ ഇവരൊന്നും നന്ദി രേഖപ്പെടുത്തിയാൽ മതി, അവരത് ഓർക്കണം. അപ്പൊ കാന ജഅഫർ ബിൻ സുലൈമാൻ റഹിമഹുല്ലാഹു തആല യഖൂൽ മഹാൻ പറയുമായിരുന്നു ഈ ഖൗലി അസ്സ വജല്ല, അല്ലാഹു തആല പറഞ്ഞ വാക്കിൽ എന്താ അല്ലാഹ് പറഞ്ഞതെന്ന് അറിയാം. വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറത്തൻ വബാത്തിനതൻ, നിങ്ങളെ മേലിൽ അല്ലാഹു തആല രഹസ്യമായും പരസ്യമായുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് അല്ലാഹു തആല ചൊരിച്ചു തന്നിട്ടുണ്ട്. അതായത് ആ ആയത്താണ്. അതിന്റെ വ്യാഖ്യാനത്തിൽ ജാഫർ തങ്ങൾ പറയാ ഇന്നൽ ളാഹിറത്ത അൽ ഇസ്ലാം. ഇവിടെ ളാഹിറത്ത നിഅമത്ത് എന്ന് പറഞ്ഞ ഇസ്ലാമാണ്. വമാ ഹസ്സുന മിൻ ഖൽഖിക വറിസ്ഖിക, നിന്റെ ഭക്ഷണം, അതുപോലെ തന്നെ നിന്റെ ഖുൽഖ് മിൻ ഖുൽഖിക ദലമ വമാ ഹസന മിൻ ഖൽഖിക, നിന്റെ സൃഷ്ടിപ്പ്, നിന്റെ ഭക്ഷണം, ഇതിന് മെച്ചമായത് എന്തൊക്കെയാണോ അത് തന്നെയാണ് ലാഹിറായ നിഅമത്ത്. വൽ ബാത്തിനത്തു മാ സതറല്ലാഹു തആല അനിൻ നാസി മിൻ ഉമൂമിക വദുനൂബിക, നിന്റെ തെറ്റുകുറ്റങ്ങൾ, അയ്ബത്തരങ്ങൾ, ഇവയെ തൊട്ടൊക്കെ ജനങ്ങളെ അല്ലാഹു തആല കണ്ണു മറച്ചു വെച്ചിരിക്കുന്നു. ഇത് ബാത്തിനായ നിഅമത്താണ്. അങ്ങനെയുണ്ട്, നമ്മൾ ചെയ്തൊന്നും ആരും അറിയില്ല, അത് അല്ലാഹ് മറച്ചു നിഅമത്താണ്. ഇതൊക്കെ നിഅമത്തായി നമ്മൾ കാണേണ്ടതുണ്ട്. സക്കർഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അങ്ങനെ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. വകാന ഔൻ ഇബ്നു അബ്ദില്ലാഹി റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു ഇന്നല്ലാഹ തആല അൻഅമ അലൽ ഇബാദ്, അടിയങ്ങളുടെ മേൽ അല്ലാഹു തആല അനുഗ്രഹം ചൊരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അലാ ഹുസ്നി കറമിഹി, അല്ലാഹു തആലാന്റെ നല്ല മാന്യത, ആ മാന്യത എന്ന് പറയുന്ന നന്മയുടെ മേൽ ചൊരിച്ചു കൊടുത്തു അല്ലാഹ്. അങ്ങനെ അനുഗ്രഹം ചൊരിഞ്ഞു കൊടുത്തപ്പോൾ വതറവ മിന്നും, അത്തരക്കാർ അടിയങ്ങളിൽ നിന്ന് അല്ലാഹു തആല തേടിയത്
അശ്ശുക്ര അലാ ഖദ്രി ഹാലിഹിം, മനുഷ്യർക്ക് കഴിയുന്നത് എത്രയാണോ അത്ര കണ്ട് നന്ദി രേഖപ്പെടുത്തുക എന്നത് അള്ളാഹ് തേടിയിട്ടുണ്ട്. ഹസൻ ബസരി റഹിമഹുല്ലാഹു തആല യഖൂൽ, മാൻ പറയുന്നു ഈ ഖൗലിഹി തആല, അല്ലാഹു തആലാന്റെ വാക്കിൽ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, നിശ്ചയമായിട്ടും മനുഷ്യൻ തന്റെ റബ്ബിനോട് നന്ദി കേട് കാണിക്കുന്നവനാണ് എന്ന. ഇതിന്റെ വ്യാഖ്യാനത്തിൽ മഹാൻ പറയുന്നു, ഖാൽ യഅനി എന്ന് പറഞ്ഞാൽ എന്താ എന്റെ ഉദ്ദേശം എന്നറിയാമോ? യഉദ്ദുൽ മസാഇബ, മുസീബത്തൊക്കെ അവൻ ഇങ്ങനെ എണ്ണിക്കണക്കാക്കും. ആ മുസീബത്ത് ഇങ്ങനെ കാലൊടിഞ്ഞു, തല വീണു, പൊട്ടി, മരിയായി, ജനത ഇങ്ങനെ പറയും. അള്ള ചെയ്തു കൊടുത്ത എല്ലാ നിയമത്തും മറക്കും പറയില്ല. ഇതാണ് ഇന്നൽ ഇൻസാന റബ്ബി ലക്കനൂദി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. വകാന ഔൻ ഇബ്നു അബ്ദില്ലാഹി റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു ഈ ഖൗലിഹി തആല, അല്ലാഹു തആലാന്റെ വാക്കിൽ എന്ത്? യഅരിഫൂന നിഅമത്തല്ലാഹി സുമ്മ യുൻകിറൂനഹാ എന്ന ആയത്തിൽ. അതിന്റെ അർത്ഥം എന്താ? അവർക്കറിയാം അല്ലാഹു തആലാന്റെ അനുഗ്രഹങ്ങളൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. സുമ്മ യുൻകിറൂനഹ, പിന്നീട് ആ നിഅമത്തുകൾ അവർ നിഷേധിക്കുന്നു. ഈ പറഞ്ഞ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ആര് പറയുന്നു? ബഹുമാനപ്പെട്ട ഔന് തങ്ങൾ പറയുന്നു. എന്ത്? യഅനി, ആ വാക്കുകൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് നിഅമത്തുകളൊക്കെ അവരിങ്ങനെ കാണുന്നു, അഭിപ്രായപ്പെടുന്നു. അന്നഹ മിനല്ലാഹി അസ്സ വജല്ല, അതെല്ലാം അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നാണെന്ന് അവർക്ക് അഭിപ്രായമുണ്ട്. സുമ്മ യുളീഫൂനഹ, എന്നിട്ട് പിന്നെ ആ നിഅമത്തുകളൊക്കെ അവർ ചേർക്കും ഇലൽ ഖൽഖി, സൃഷ്ടിയിലേക്ക് ചേർക്കും. ഗാഫിലീന അനില്ലാഹി തആല, അള്ളാഹിനെയും വിട്ട് അശ്രദ്ധവാന്മാരായ നിലയിൽ. അപ്പൊ എല്ലാം അള്ളാഹ് നൽകിയതാന്ന് അവർക്കറിയാം. എന്നിട്ട് പറയാം, ആ മുതലാളി ഇത്ര തന്നു, ആ നന്മ അയാൾ ചെയ്തു, ഈ നന്മ അയാൾ ചെയ്തു, ഇങ്ങനെ പറയാം. ഇങ്ങനെ അള്ളാഹ് തന്ന നിഅമത്തുകളെ അള്ളാഹിനെയും വിട്ടിട്ട് സൃഷ്ടിയിലേക്ക് ചേർത്തി പറയും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ ശരിയല്ല. വയഖൂലൂന, എന്നിട്ട് അവര് പറയുന്നു, ലൗലാ ഫുലാനുൻ മാ വസൽത ഇലൈനാ, ഇന്നാൽ ഇന്ന ആളില്ലായിരുന്നുവെങ്കിൽ നീ നമ്മളിലേക്ക് എത്തൂല എന്ന് പറയും. എത്തിച്ചത് അള്ളയാണ്, അത് മറന്നു. വകാന ബിശ്ർ ഹാഫി റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, മൻ ശകറല്ലാഹ ബിലിസാനിഹി, അല്ലാഹു തആല നൽകിയ നാക്കുകൊണ്ട് അല്ലാഹുക്ക് ആരെങ്കിലും നന്ദി രേഖപ്പെടുത്തിയാൽ, ദൂന ബഖിയത്തി അഅ്ളാഹി, മറ്റുള്ള അവയവങ്ങളൊന്നും കൂടാതെ വെറും നാക്കുകൊണ്ട് നന്ദി രേഖപ്പെടുത്തിയാൽ, ഫഖല്ല ശുക്റുഹു, അപ്പോൾ അവന്റെ നന്ദി കുറവാണ്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് പാഞ്ഞിട്ട് കാര്യമില്ല. എന്താ കാരണം? ലിഅന്ന ശുക്റൽ ബസർ, കണ്ണിന്റെ നന്ദി, ഇൻറഅ ഖൈറൻ, നന്മ അവൻ കണ്ടിട്ടുണ്ട് എങ്കിൽ, വആഹു, അതവൻ മനസ്സിലാക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ലൗ ശർറ, അവൻ നന്മ കണ്ടാൽ അതവൻ സൂക്ഷിക്കണം. ഔ ശർറൻ, അല്ല നന്മല്ല തിന്മ കണ്ടാലോ, സതറഹു, ആ തിന്മയെ തൊട്ട് കണ്ണിന് അവൻ എന്ത് വേണം? മാറ്റി വെക്കണം, മറച്ചു വെക്കണം. അതാണ് കണ്ണിന്റെ നന്മ. വശുക്ർ സംഇ, എന്ന കേൾവിയുടെ നന്മ എന്താണ്? അത് ഇൻ സമിയ ഖൈറൻ, നന്മ കേട്ടാൽ ഹഫിദു, അത് വേണ്ടതുപോലെ ശ്രദ്ധിച്ചു വെക്കണം. ഔ ശർറൻ, തിന്മ കേട്ടാൽ നസിയ, അത് മറന്നു പോണം. അതാണ് കേൾവിയുടെ നന്ദി. വശുക്റുൽ യദൈനി, രണ്ട് കൈ ചെയ്യേണ്ട നന്ദി എന്താ? അല്ലാ യഖുദ ബിഹിമാ, ഈ രണ്ട് കൈ കൊണ്ടും അവൻ പിടിക്കരുത്. വലാ യുഅതി, രണ്ട് കൈ കൊണ്ടും അവൻ കൊടുക്കരുത്. ഇല്ലാ ഹഖൻ, സത്യത്തിലല്ലാതെ, യഥാർത്ഥമല്ലാതെ കൊടുക്കാനും വാങ്ങാനും പാടില്ല. വശുക്റുൽ ബത്നി, വയറിന്റെ നന്മ എന്താണ്? അൻ യകൂന മിൽആനം മിനൽ ഇൽമി വൽ ഹിൽമി, അമർച്ച, ഒതുക്കം, അറിവ്, ഇതുകൊണ്ട് അവന്റെ വയറ് നിറക്കണം. അതാണ് വയറിന്റെ നന്ദി. വശുക്റുൽ ഫർജി, ലിംഗത്തിന്റെ നന്ദി എന്താ? അല്ലാ യഫ്അല ബിഹി, ആ ലിംഗം കൊണ്ട് അവൻ ചെയ്യരുത്. ഇല്ലാ മാ ഉബിഹ ലഹു, ആ ലിംഗം കൊണ്ട് അവന് അനുവദിക്കപ്പെട്ട കാര്യം എന്താണോ അത് മാത്രമേ ചെയ്യാവൂ. ആറൊന്നും ചെയ്യാതിരിക്കലാണ് ലിംഗത്തിന്റെ നന്ദി. വശുക്റുൽ റിജ്ലൈനി, രണ്ട് കാലിന്റെ നന്ദി എന്താ? ഐൻ അല്ലാ യംശിയ ബിഹിമാ, രണ്ട് കാല് കൊണ്ടവൻ നടക്കരുത്. ഇല്ലാ ബിസ്വലാഹി, നന്മയിലല്ലാതെ, നന്മയുണ്ടോ അവിടേക്ക് നടക്കാം. അവൻ ഭാരതാലിക്കായി പറഞ്ഞതുപോലെ അവൻ ചെയ്താൽ, വല്ലവനും ചെയ്താൽ, ഫഹുവ മിനശ് ശാകിരീന ഹഖാ, യഥാർത്ഥത്തിൽ അവൻ എന്താ എന്നറിയാമോ? നന്ദി ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെട്ടവനായി. അപ്പൊ അൽഹംദുലില്ലാ മാത്രമല്ല,
പിന്നെന്ത് വേണം? കേൾവിക്കും കാഴ്ചക്കും അവയവങ്ങൾക്കൊക്കെ നന്ദിയുണ്ട്. അതുകൊണ്ടൊക്കെ നന്ദി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഫഫത്തിഷ് നഫ്സക യാ അഖി, എന്റെ സഹോദര, നിന്റെ സ്വന്തം മനസ്സും ഹൃദയവും ശരീരത്തൊക്കെ ഒന്ന് പരിശോധിക്ക്. വള്ളുർ, നീ ആലോചിക്ക്. ഹൽ ശക്കർത റബ്ബക, നിന്റെ നാഥന് നീ നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ടോ? കമാ ശക്കർ ഹഉലാഇ, ഈ കൂട്ടക്കാർ നന്ദി രേഖപ്പെടുത്തിയതുപോലെ. അതോ അം കസർത്ത, നീ വീഴ്ച പ്രവർത്തിച്ചോ? ആലോചിച്ച് നോക്ക്. എങ്കിൽ ഫസ്തഗ്ഫിരില്ലാ, നീ അല്ലാഹുവിന്റെ പൊറുക്കലിനെ തേടിക്കോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.